നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നിധി നികേഷിനോടൊപ്പം വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നിധിയുടെ മനസ്സിൽ നൂറ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. താൻ കണ്ടത് നികേഷിൻ്റെ അമ്മയെ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷേ എങ്കിൽ ആ സ്ത്രീ ഇവിടെ ഉണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തെ, നികേഷിനെ കാണാത്തെ? അങ്ങനെ നൂറ് സംശയങ്ങളായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷും ഒക്കെ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ? നിധി പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, ഇപ്പോഴാ ഒരു സമാധാനമായത്, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു ജോലിയുടെ കാര്യം ഓർത്തിട്ട്. പിന്നീട് നിധിയോട് ഹരീഷ് ചോദിച്ചു, അല്ല നിധിയടുത്തി ബസ്സിനല്ലേ വന്നതെന്ന് ചോദിച്ചു. അതെ, ഞാൻ നികേഷിനോടൊപ്പം ബസ്സിന് പോന്നു. സുധീഷ് പറഞ്ഞു, അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാനുണ്ടല്ലോ, ഞാനുള്ളപ്പോൾ പിന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? കാറിന് ഇങ്ങോട്ട് പോന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അതൊന്നും ശരിയാകത്തില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ബസ്സിന് കയറി ശീലിക്കണമല്ലോ, ബസ്സിന് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അല്ല നിധിയടുത്തി, സുധീഷ് ചേട്ടൻ കൊണ്ടുവരുമെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ എന്തിനാ ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സുധീഷിന് എങ്ങനെയും നിധി കാറിലൊന്ന് കയറിയാൽ മതി എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയം സുഭാഷ് അടുക്കളയിലേക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി ഭാസ്കറിൻ്റെ അടുത്തേക്ക് വന്നു. ഭാസ്കറിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നികേഷിൻ്റെ അമ്മ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. നികേഷിൻ്റെ അമ്മയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരെക്കുറിച്ച് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയണ്ട, അവരിവിടെ ഈ ഭാഗത്ത് ട്രിവാൻഡ്രം ഭാഗത്ത് എവിടെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എന്താ നിധി നിനക്ക്, നീ എന്തിനാ ഇതിനെക്കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അതെ, എനിക്കറിയാം അവരിവിടെ എവിടെയോ ഉണ്ട്. അച്ഛൻ കള്ളത്തരം പറയുക, അവരിവിടെ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അവരെവിടെയോ പോയെന്നൊക്കെയുള്ള കാര്യം സത്യം പറ, അവരെവിടെയോ ഉള്ളതെന്ന് ചോദിച്ചു. ഒടുവിൽ ഭാസ്കരൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ഇന്ന് ഞാൻ അവരെ കണ്ടെന്ന് പറഞ്ഞു. കണ്ടെന്നോ? പിന്നെ അവരെ കാണാനായിട്ട്, എങ്ങനെ കാണാനായിട്ടാ? അവരെയൊന്നും കാണത്തൊന്നുമില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. അല്ല, പോകുന്ന വഴിക്ക് അങ്ങനെ എത്രയോ പേരെ കാണുന്നുണ്ട്, ചിലപ്പോൾ തോന്നും നമ്മളൊരാളെക്കുറിച്ച് ചിന്തിച്ചിടന്നാൽ അവരായിരിക്കും വരുന്നതെന്ന്. ഇതങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിധി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ഭാസ്കരൻ പറഞ്ഞതേ, ഇനിയിപ്പോൾ അവളെക്കുറിച്ച് എന്നോട് പറഞ്ഞേക്കല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് അവളെക്കുറിച്ച് അറിയില്ലയെന്ന്, അവൾ ഈ നാട്ടിലും ഇല്ലയെന്ന്, വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ടെന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. നിധിക്ക് മനസ്സിലായി ഭാസ്കരൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, ഭാസ്കരൻ എന്തൊക്കെയോ ഒളിച്ച് കളിക്കുന്നുണ്ട്. കാരണം ഭാസ്കരൻ അറിയാം അവരെവിടെയാണ് ഉള്ളതെന്നുള്ള സത്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി അടുക്കളയിലേക്ക് എന്നു. ഈ സമയത്ത് സുഭാഷ് നിധിയോട് പറഞ്ഞു, നിധി മടുത്തു വന്നല്ലേ, ഇപ്പോൾ റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. അതൊന്നും സാരമില്ല സുഭാഷ് ചേട്ടാ, ഒരു കാര്യം ഞാൻ പറയട്ടോ, ഈ പഴയ പാത്രങ്ങളൊക്കെ കുറച്ച് മാറ്റാറായി. ഈ പഴയ പാത്രങ്ങൾ മാറ്റിയിട്ട് പുതിയ പാത്രങ്ങൾ ഏതിലൊക്കെ മേടിക്കുക, അല്ലെങ്കിലോ വേണ്ടത്ര പാത്രങ്ങളൊന്നുമില്ല, ഒരെണ്ണം തന്നെ കഴുകി വീണ്ടും അത് അടുത്ത കറിക്കായിട്ട് ഉപയോഗിക്കും. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞാൽ വാങ്ങണം, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, സാരമില്ല, എനിക്ക് സാലറി കിട്ടട്ടെ, അപ്പം നമുക്ക് പുതിയതൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നിധി പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോഴേക്കും സുഭാഷ് അടുക്കള കയറി ഓരോ തിരക്കിട്ട ജോലികളായിരുന്നു. ഭാസ്കരൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുവാണ്. വെള്ളം കുടിക്കാൻ വേണ്ട സമയത്ത് നിധി അങ്ങോട്ട് ചെന്നു. നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരന് വല്ലാത്തൊരു ടെൻഷൻ. ദൈവമേ, ഇവളിനി തന്നോട് എന്തെങ്കിലും ചോദിക്കുമോ എന്നൊരു ചിന്ത. പെട്ടെന്ന് തന്നെ നിധി ഭാസ്കരൻ്റെ അടുത്ത് ചെന്നപ്പം ഭാസ്കരൻ്റെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. നിധിക്ക് മനസ്സിലായി തനിക്ക് മുഖം തരാതെ എസ്കേപ്പായി പോകുന്നതാണ്. അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നിധി പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ എന്ത് ചെയ്തു, ആ സൈഡിലേക്ക് പോയി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. നിധി പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല, ഈ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നിയാലോ എന്നൊക്കെ കരുതി. നിധി ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, അതെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, നികേഷ് എന്നോടൊപ്പം വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ നികേഷ് അവൻ എപ്പോഴും ഒരുങ്ങി വരാനായിട്ടാണ്. സുഭാഷ് പറഞ്ഞു, അവനിപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞു. നിധി നികേഷിനെ വിളിക്കുകയാണ്. നികേഷിനെ വിളിക്കുന്ന സമയത്ത് നികേഷ് പറഞ്ഞു, ദേടത്തി ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. വന്നത് തന്നെ സമയത്തിന് അവിടെ എത്തണമെങ്കിലേ വേണം, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, നികേഷിൻ്റെ ഒരുക്കമല്ലേ, അവൻ പൗഡറൊക്കെ പൂശി ഇന്ന് വരുമ്പോഴത്തേനും ഇന്ന് മൊത്തം പിടിക്കും. നീതി അടുത്തേക്ക് സമയവും ഓഫീസിൽ പോകാനായിട്ടുള്ള. നീതി പറഞ്ഞു, സാരമില്ല. സുധീഷ് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ബസ്സിലൊക്കെ തൂങ്ങി നിന്ന് പോകുന്നേ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാനില്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വേണ്ടെന്നേ, എനിക്ക് ബസ്സിലൊക്കെ തൂങ്ങിപ്പോകാനറിയാം, വെറുതെ എന്തിനാ ഒരാൾ ഇതിനു വേണ്ടി മെനക്കെട്ട് വരുന്നേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സമ്മതിച്ചില്ല നിധി. അപ്പോഴേക്ക് സുധീഷ് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഒന്ന് പറ, എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്നുള്ള കാര്യം. അതിന് ഞാനിപ്പോൾ എന്ത് പറയാനാ,
നിധി ബസ്സിന് പോയിക്കോളാന്ന് പറഞ്ഞു നികേഷിനോടൊപ്പം. അപ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വന്നു. നിധി അടുത്ത് പോയാലെന്ന് ചോദിച്ചു. നികേഷിനെ രൂക്ഷമായിട്ടൊന്ന് സുധീഷ് നോക്കുവാണ്. സ്വർഗത്തിലെ കട്ടറുമ്പാൻ വന്നവനെ ഇവനുള്ളതുകൊണ്ട് ആ ധൈര്യത്തിലാണ് നിധി പോകുന്നത്. അല്ലായിരുന്നെങ്കിലോ ഇപ്പോൾ പോവത്തില്ലായിരുന്നു. തന്നോടൊപ്പം അവൾ കാറി വന്നേനെ എന്നൊക്കെയൊരു ചിന്ത. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് സുഭാഷിനോട് ദേഷ്യപ്പെടുക. സുഭാഷ് ഉണ്ടെങ്കിലും പറയായിരുന്നു എൻ്റെ കൂടെ വരാനായിട്ട്, എന്നിട്ട് വന്നോ ഇല്ലല്ലോ. എല്ലാത്തിനും കാരണം നികേഷ് കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നുണ്ടോ? അവളുടെ കഴുത്ത് താലിയാർത്തി ഞാനല്ലേ എന്നിട്ടോ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അതിനെക്കുറിച്ച് കൂടുതലൊന്നും നീ പറയാതിരിക്കുന്ന നല്ലത്. താലി കെട്ടിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ അറിയാമെന്ന് പറഞ്ഞു. എൻ്റെ സുഭാഷ് ചേട്ടാ, അവളെ എങ്ങനെയെങ്കിലും എന്നിലേക്കൊന്ന് അടുപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് തൻ്റെ പരാതികളും പരിഭവങ്ങളും പറയാം. സുഭാഷ് പറഞ്ഞു എടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൾ തീരുമാനിക്കുന്നതല്ലേ, അപ്പോൾ അവളുടെ ഇഷ്ടത്തിനല്ലേ വില കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞിട്ട് ബാത്റൂം പണിയാനായിട്ട് അവിനാശും കൂട്ടരും കൂടെ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരനുണ്ടായിരുന്നു. ഭാസ്കരനോട് സുഭാഷ് കാര്യം പറഞ്ഞു. അച്ഛാ, ബാത്റൂം പണിയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, നിധി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഉപയോഗിക്കുന്നത്, അത് പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ബാത്റൂം പണിയാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വിളിച്ചെന്ന് പറഞ്ഞു. ഹരീഷ് വന്നിട്ട് ചോദിച്ചു സുഭാഷ് ചേട്ടാ അതൊക്കെ നടക്കുമോ, എങ്ങാനും പ്രശ്നമാകുമെന്ന് ചോദിച്ചു. എന്ത് അല്ല ഗംഗാധരൻ വില്ലിച്ചനെങ്ങാനും വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. എടാ പ്രശ്നം ഉണ്ടാക്കുവാണെ ഉണ്ടാക്കട്ടെ, അതുകൊണ്ട് നമുക്ക് പേടിച്ചിരിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു അത് ശരിയാ, അങ്ങനെ നമുക്ക് പേടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പണി തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ പണി തുടങ്ങാനൊക്കെ തുടങ്ങുമ്പോഴത്തേനാണ് ഗംഗാധരൻ ഇരച്ച് കിട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗാധരൻ വന്നിട്ട് ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളിത് പണിയുന്നതൊക്കെ ചോദിച്ചിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ താമസിക്കുന്ന വീടാ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ നീ താമസിക്കുന്ന വീട് ഇത് നിൻ്റെ പേർക്ക് എഴുതി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. എടാ നീ താമസിക്കുന്നതാണേലും കോടതി ഉത്തരവുണ്ട് ഇവിടെ ഒന്നും ചെയ്യില്ലെന്ന്, നിന്നോട് പറഞ്ഞാൽ തലക്കിലേക്ക് കയറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു കോടതി ഉത്തരവ്, കുറേ കാലമായാലും നീ ഒരു കോടതി ഉത്തരവായിട്ട് ഇറങ്ങി നടക്കണേ. സുഭാഷ് പറഞ്ഞു ഇത് വിളിച്ച ഞങ്ങൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല, ഒരു ബാത്റൂം പണിയെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആർക്കും ഒരു ദോഷമില്ലെന്ന് പറഞ്ഞു. നീ കൂടുതലൊന്നും പണിയണ്ട, പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി, ഒരു ബാത്റൂം ഇവിടെ ആരും പണിയുന്നില്ല, പറഞ്ഞു കേട്ടല്ലോ. ഒടുവിൽ സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹരീഷും സുധീഷും ഒക്കെ ഇപ്പം തല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സുഭാഷ് തടഞ്ഞു, തല്ലാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ നൈസായിട്ട് ഗംഗാധരനെ വിളിച്ചു. ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അതൊക്കെ പറയാം, ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് ഗംഗാധരനെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പെങ്ങളുടെ മകളുണ്ടല്ലോ ലളിതയുടെ മോള് സുനന്ദ, കല്യാണത്തിൻ്റെ തലേദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് സുഭാഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അവളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീട് എവിടെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവൾ എന്നോട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം, മര്യാദയാണ് മര്യാദ, അല്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ ഭർത്താവിനോട് പറയും സുഭാഷും അവൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് അറിയാലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോകും. അത് ഞാൻ പറയണോ അതോ ഇപ്പം മര്യാദയ്ക്ക് നിങ്ങളോടൊന്ന് പോകുന്നോന്ന് ചോദിച്ചു. പെട്ടുപോയി ഗംഗാധരന് എന്ത് പറയാനായിട്ടാണ്. ഗംഗാധരൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഗംഗാധരനൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയാണ്. ഗംഗാധരൻ പോകുന്നുണ്ട്. അപ്പോൾ സുഭാഷിനും സുധീഷിനും ഒന്നും മനസ്സിലായില്ല കാര്യം എന്താണെന്ന്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നതെന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു ട്രിക്സ് ഇറക്കിയെന്നുള്ള കാര്യം മനസ്സിലായതുമില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.